ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഉപമകളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോട് കൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയതുടനെ ആഗ്രഹിക്കുന്നില്ല, പഴയതേറെ നല്ലത് എന്ന് പറയും. ഈ ഭാഗത്ത് 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട് എന്ന് നാം ഇതിനു മുമ്പ് തന്നെ ചിന്തിച്ചല്ലോ. 31-ാം വാക്യത്തില്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ എത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു. അപ്പോൾ ദീനക്കാർ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഒരു വൈദ്യന്റെ അടുക്കൽ വരുന്നു. യേശുക്രിസ്തു ലോകത്തിൽ വന്നതും നേടിയതും എന്താണെന്ന് ചോദിച്ചാൽ ഒരു വൈദ്യന്റെ ശുശ്രൂഷ. പക്ഷെ അവിടുത്തെ രോഗം പാപമാണെന്ന് മാത്രം. പാപരോഗത്തെ ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന ഒരു വൈദ്യൻ. രണ്ടാമത് 34-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് മണവാളൻ, സന്തോഷം കൊണ്ടുവരുന്ന ഒരു മണവാളൻ. മണവാളൻ തോഴ്മക്കാരോട് കൂടി ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ട് പിരിയുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു, കോടി തുണിക്കണ്ടം പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല, ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല. അപ്പൊ യേശുക്രിസ്തു ഒരു വൈദ്യനാണ്. യേശുക്രിസ്തു സന്തോഷം കൊണ്ടുവരുന്ന ഒരു മണവാളനാണ്. അതുപോലെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്. പഴയത് അഡ്ജസ്റ്റ് ചെയ്യുന്നവനല്ല, പുതിയതായിട്ട് രൂപാന്തരപ്പെടുത്തി എടുക്കുന്നവനുമാണ്. ഇതിൽ രണ്ടാമത്തെ ഉപമ അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, സന്തോഷം കൊണ്ടുവരുന്ന മണവാളൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്, പരീശന്മാരുടെ മുമ്പിൽ യേശു തന്നെ തന്നെ താരതമ്യപ്പെടുത്തിയത് ഒരു വൈദ്യനോടാണ്. എന്നാൽ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു തന്നെ തന്നെ താരതമ്യപ്പെടുത്തിയത് ഒരു മണവാളനോടാണ്. യഹൂദന്മാരുടെ വിവാഹത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വിവാഹത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ആണെങ്കിലും അല്ലെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് യഹൂദന്മാരെ കുറിച്ച് ചിന്തിക്കണം. ഇത് കോണ്ടെക്സ്റ്റ് അവരായതുകൊണ്ട്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സംഭവമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സാമൂഹ്യ സംഭവമാണ്. അത് ആനന്ദത്തിന്റെ ഒരു സന്ദർഭമാണ്. നിശബ്ദമായിട്ട് ആ കല്യാണം നടത്താറില്ല. നമ്മുടെ നാട്ടിൽ നടത്താറില്ല, യഹൂദന്മാർ ഒട്ടും നടത്താറില്ല. അങ്ങനെ ഒരു ക്വയറ്റ് വെഡിങ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ക്വയറ്റ് വെഡിങ് ഇല്ല. വെഡിങ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫോർ ഫീസ്റ്റിംഗ് ആൻഡ് റിജോയ്സിങ്. ഭക്ഷണം കഴിക്കുന്നതിനും ആനന്ദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും. നമ്മുടെ നാട്ടിലൊക്കെ ആണല്ലോ പറയല്ലേ, ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും പച്ചവെക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സന്ദർഭമാണ്. അവിടെയാണ് സന്തോഷം എന്ന് പറയുന്നത്. മത്തായി 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞല്ലോ. കല്യാണ സദ്യയുടെ ഒരു പശ്ചാത്തലമാണ് അതിനുള്ളത്. മത്തായി 25-ന്റെ 6 അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അല്ലെ? ഇപ്പൊ ക്വയറ്റല്ല, ഒട്ടും നിശബ്ദമായിട്ടല്ല. മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടണമെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. അപ്പൊ ആർപ്പുവിളി ഉണ്ടായെന്ന് പറയുമ്പം അവിടെ സന്തോഷം, മണവാളൻ വന്നു എന്ന് പറഞ്ഞ് അവര് ഒച്ച വെക്കുകയും
ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. മണവാളൻ വരുന്ന ഉടനെ ബഹളം വെക്കുന്നു, കുഴലൂതുന്നു, പൂക്കുറ്റി കത്തുന്നു. ആളെത്തിയിട്ടുണ്ടെന്നുള്ളത് അറിയിക്കുന്ന ഒരുപാട് സിംറ്റംസ് ഇല്ലേ. എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കുന്നു, ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട്, കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭമാണ് വിവാഹം എന്ന് പറയുന്നത്. മണവാളൻ വാസ്തവത്തിൽ ഈ വിവാഹ ദിവസത്തില് ഒരു രാജാവിനെ പോലെയാണ് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. നമ്മൾ പറയാമല്ലോ, ഇന്നത്തെ മുഖ്യ അതിഥികൾ ഇവരാണ്, ഇരുന്ന രാജാവും രാജ്ഞിയും പോലെ ആണ്. ചിലര് കസേരയിലൊക്കെ കിങ് ആൻഡ് ക്യൂൻ എന്ന് എഴുതി വെക്കുകയൊക്കെ തന്നെ ചെയ്യും. ഒരു രാജതുല്യമായിട്ടുള്ള സ്വീകരണവും പദവിയുമാണ് മണവാളിന് കിട്ടുന്നത്. മണവാട്ടിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രാജ്ഞി തുല്യമായിട്ട്. ഇപ്പൊ ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആളുകള് വളരെയധികം സന്തോഷം ഉള്ളവരും, ഈ അതിഥികൾ ഈ മണവാളന്റെയും മണവാട്ടിയുടെയും സന്തോഷത്തിൽ പങ്കാളികളും അവരുടെ പങ്കാളിത്തം കൊണ്ട് സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നവരുമാണ്. അവരുടെ ഒരു ജീവിതത്തിൽ ഒരു സന്തോഷ സന്ദർഭമായതുകൊണ്ട് വന്നിരിക്കുന്നവരും കൂടെ ചേർന്ന് ആ സന്തോഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക. അതിനു പകരം ആരും മിണ്ടാതെയും എല്ലാവരും ഉപവാസത്തിലും ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർ ഈ മണവാളിനെയും മണവാട്ടിയെയും അവഹേളിക്കുന്നതിന്, അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ. കല്യാണ സദ്യയെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, വിളിക്കപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ചോദിക്കുമ്പോൾ പറയാണ് ഞങ്ങൾ ഇന്ന് ഉപവാസത്തിലാണ്. ഞാൻ പിന്നെ വന്നേ ഉള്ളൂ കാണിക്കാനായിട്ട്, അത് ചോദിക്കുമ്പോഴേ പറയുന്നുള്ളൂ, അല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വന്നിരിക്കുന്നത് ഒരു മണവാളനായിട്ടാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അല്പം തീറ്റയും കുടിയും സന്തോഷമൊക്കെ ഉണ്ടാകും. അല്ലാതെ വളരെ ശാന്തമായിട്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ആരോടും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആളായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് ഓർക്കണം. മത്തായി മാനസാന്തരപ്പെട്ടതിന്റെ സന്തോഷം അറിയിക്കാനായിട്ട് ഒരുപാട് പേരെ കൂട്ടി ഒരു വിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചുങ്കക്കാരും പാവികളും ഒക്കെ പന്തിക്ക് ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ കുറച്ച് അവർ ന്യായപ്രമാണമൊന്നും ബഹുമാനിക്കാത്ത ആളുകളാണല്ലോ. അവർ കൂടുതൽ ഒച്ചമേളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കാണും. കർത്താവ് അവരോടുകൂടെ കൂടുന്നു, എന്ത് മോശമാണെന്നുള്ളതാണ് പരീശന്മാരുടെ വിമർശനം. പരീശന്മാരും യോഹന്നാന്റെ ശിഷ്യന്മാരും ഒക്കെ കൂടെ കൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതെന്ത് ആത്മീയതയാണെന്ന് ചോദിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കുവാൻ കഴിയുകയില്ല. അവർ വിട്ടുപിരിയുന്ന സമയം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ കല്യാണത്തിന്റെ സന്തോഷമൊക്കെ നമ്മൾ വിവരിച്ചെങ്കിലും യേശുക്രിസ്തു ഇവിടെ വിവാഹത്തെ എന്തിനോടാണ് ഉപമിച്ചതെന്ന് ചോദിച്ചാൽ രക്ഷ പ്രാപിക്കുന്നതിനോടാണ്. അല്ലെങ്കിൽ ഈ വൈദ്യൻ രോഗസൗഖ്യം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പാപത്തിന്റെ സൗഖ്യമാണ്, രക്ഷയാണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കാരണം നമ്മളിവിടെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, യേശു എന്തിനു വന്നു, യേശു എന്ത് നേടാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് വിഷയം. കാരണം അതാണല്ലോ ഇവരുടെ ചോദ്യ വിഷയം. നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വന്നത് രോഗികൾക്ക് വേണ്ടിയാണ്, ഞാൻ വന്നത് പാപികൾക്ക് വേണ്ടിയാണ്. രോഗികൾക്ക് വേണ്ടിയാണ്, പാപികൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ വന്നത് ഒരു മണവാളനായിട്ടാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ഒരു മണവാട്ടിയെ നിങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ടാണ്. നമ്മുടെ ആത്മമണവാളൻ വന്നത് ഒരു മണവാട്ടി സഭയെ ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനകത്തെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് രക്ഷ എന്ന് പറയുന്ന കാര്യമാണ് എന്ന് മറക്കരുത്. അപ്പൊ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിവാഹത്തിന് തുല്യമാണ്. ഇതൊരു പുതിയ ചിന്തയാണ്. ഇതുവരെ ആരും ഈ രക്ഷയെ വിവാഹവുമായിട്ട് ചേർത്ത് ചിന്തിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടുമില്ല. തികച്ചും പുതിയൊരാശയമാണ് യേശു കർത്താവ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വിവാഹം രക്ഷയുടെ ഒരു ചിത്രമായിട്ട് കർത്താവ് ഇവിടെ കൊണ്ടുവരുന്നു. പിന്നീട് അപ്പസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെങ്കിൽ, റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അതിങ്ങനെയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അതിനകത്ത് ഇവിടെ മാരേജ് കിടക്കുന്നത്, വിവാഹം കിടക്കുന്നതെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ കിട്ടും. വേറൊരുവൻ ആകേണ്ടതിന് എന്ന് കണ്ടില്ലേ? ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Wherefore, my brethren, you also are become dead to the law by the body of Christ, that you should be married to another. You should be married to another, even to him who is raised from the dead, that we shall bring forth fruit unto God. ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചുയർത്ത വേറൊരുവന് ആകേണ്ടതിന്. അപ്പൊ നമ്മള് ആരോട് മാരീഡായിരുന്നു? നമ്മള് ന്യായപ്രമാണത്തോട് മാരീഡായിരുന്നു. ന്യായപ്രമാണം മരിച്ചിട്ടില്ല,
പക്ഷെ ആര് മരിച്ചു? ഞാൻ മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചു. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒഴിവുള്ളവൻ, സ്വതന്ത്രനായി. ഇനി ഞാൻ പുതിയൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. ആരെ കല്യാണം കഴിച്ചത്? മരിച്ചുയർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ. അപ്പൊ കണ്ടോ, രക്ഷയും മാര്യേജ്, വിവാഹവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് യേശുവാണ് ആശയം കൊണ്ടുവന്നത്. പൗലോസ് അപ്പോസ്തലൻ അത് കുറെ കൂടെ വിശദീകരിച്ച് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് നാം ഗ്രഹിക്കേണ്ടത്. ഇനി വിവാഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു സ്നേഹ ബന്ധം ആണല്ലോ. വിവാഹത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ രക്ഷ എന്ന് പറയുന്നതും. കാരണം നമ്മള് പാപത്തിൽ മരിച്ചവരായിരുന്നപ്പോൾ ഗോഡ് സോ ലവ്, അവിടെയാണല്ലോ സുവിശേഷം തുടങ്ങുന്നത് തന്നെ. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു. സ്നേഹമുണ്ടെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, നമുക്ക് പകരം മരിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെതാക്കുന്നതിനായിട്ട് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ നമുക്ക് പകരം മരിച്ചു. അങ്ങനെ നമുക്കൊരു പുതുജീവൻ കൈവരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. അങ്ങനെ അയച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം വിവാഹം നടക്കുന്നില്ല. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ, ഒരു വിവാഹത്തിൽ വരനോടും വധുവിനോടും നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം വൈകാരികമായിട്ട് അവർക്ക് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ വരാം. പക്ഷെ വിവാഹ ദിവസം അവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട്, മണവാളിനെയും മണവാട്ടിയെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ശുശ്രൂഷകൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രണ്ടുപേരോടും ചോദിക്കും, അല്ലേ? നിന്റെ സമീപം നിൽക്കുന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുമോ? തിരിച്ചും ചോദിക്കുമല്ലോ, നിന്റെ സമീപം നിൽക്കുന്ന ഈ പുരുഷനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുമോ? വിൽ യു? സ്നേഹമുണ്ട്, വൈകാരികമായിട്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു സമർപ്പണമുണ്ടോ? നിങ്ങൾ അതിനെ ഗൗരവമായിട്ട് പരിഗണിച്ചിട്ടുണ്ടോ? പിന്നെ ചില ആളൊക്കെ പറയും, ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും മിണ്ടരുത് എന്നൊക്കെ പറയില്ലേ. മരണം നിങ്ങളെ വേർപിരിക്കും വരെ നിങ്ങൾ ഒന്നായി ചേരാൻ പോവുകയാണ്. അതുകൊണ്ട് ഗൗരവമായി ആലോചിച്ച് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനമെടുക്കുന്നതിന് മാനസികം, ശാരീരികമായ എന്തെങ്കിലും കുറവോ വൈകല്യമോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ? അപ്പം വൈകാരികമായിട്ട് താല്പര്യമുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് മാത്രമല്ലല്ലോ വിവാഹത്തിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. പിന്നെന്താണ്? സമർപ്പണമുണ്ടോ? നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഈ ആളെ സ്വീകരിക്കാൻ സന്നദ്ധനായിട്ടുണ്ടോ, സന്നദ്ധയായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, മണവാളൻ മണവാട്ടിയെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, 5 മിനിറ്റ് കണ്ടേച്ച് എങ്ങനെ കിട്ടുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കണ്ടേ? പുറത്തുള്ള പിള്ളേരാണെങ്കിൽ അവര് ഡേറ്റിംഗ് എന്ന് പറയും. കുറെ നാള് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അവര് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ 2-3 കൊല്ലം അങ്ങനെ ഡേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കുറെ നേരം ഫോൺ വിളിച്ചതോ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ മണവാട്ടിയെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ നല്ല വികാരങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളാം, തരക്കേടില്ല എന്ന് തോന്നിയാൽ മാത്രം മതിയോ? നമ്മളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് സ്വയമായിട്ട് ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനുള്ള ഒരു തീരുമാനമാണ് വിവാഹത്തിൽ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുത്തു. യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ഞാനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കരിയർ, നമ്മുടെ തൊഴിൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും. പക്ഷെ ഈ തൊഴിലെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മാറാം. ഇന്ന തൊഴിൽ നീ ചാകുന്നവരെ ചെയ്തോണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുറെ കൊല്ലം പഠിച്ച ഒരു തൊഴിൽ ചെയ്യുന്നു, അത് തൊഴിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് കൊള്ളൂലെന്ന് തോന്നിയാൽ വേണമെങ്കിൽ നമുക്ക് തൊഴിൽ മാറാം, കമ്പനി മാറാം, ഒക്കെ മാറാം. പക്ഷെ ജീവിത പങ്കാളി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറാൻ പറ്റുകയല്ലോ. വേദപുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിതകാലത്തേക്ക് മുഴുവൻ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ചിന്തയും ദൈവഹിതം അന്വേഷിക്കലും ഒക്കെ ചെയ്തിട്ട് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം ആണ്. നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഇത് തന്നെയാണ് എന്റെ ജീവിത പങ്കാളി എന്ന് തീരുമാനിക്കുമ്പോൾ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ദ വിൽ. നമുക്ക് തീരുമാനിക്കാനും തെരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. അതിനാണ് വിൽ പവർ, ഇച്ഛാശക്തി എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് എനിക്ക് ഇയാൾ തന്നെ മതി എന്ന് രണ്ടുപേരും തീരുമാനിക്കണം. മണവാളിനും മണവാട്ടിയും രണ്ടുപേരും ഒരുപോലെ തീരുമാനിക്കണം. അപ്പൊ രക്ഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
രക്ഷ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് യേശുവിന്റെ കാര്യങ്ങൾ പ്രസംഗിച്ച് കേട്ടപ്പോൾ തന്നെ കരച്ചിൽ വന്നു, വികാരം കൊണ്ടു. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചിലരെ അങ്ങനെ രക്ഷിക്കപ്പെടുന്നത് വികാരപരമായിട്ട് പ്രസംഗം അങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറഞ്ഞാലും ചെയ്യും. ചിലർ യേശുവിനെ കുറിച്ചുള്ള അറിവ് അങ്ങോട്ട് ഒരുപാട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത്രയൊന്നും ഞാൻ കരുതിയിരുന്നില്ല കേട്ടോ, യേശു ഇത്രയ്ക്കൊരു ഉന്നതനായ ആളാണോ. അറിവ് കൊണ്ടും വികാരം കൊണ്ടും ഒക്കെ നമുക്ക് യേശുവിനെ കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അവിടുന്ന് രക്ഷ സായത്തമാകുന്നില്ല എന്ന് അറിഞ്ഞിരിക്കണം. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ an act of the will, എന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഞാൻ യേശുവിനെ എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി അംഗീകരിക്കണം, ഞാൻ സ്വീകരിക്കണം. അങ്ങനല്ലേ? യേശുവിനെ കർത്താവെന്ന് വായ ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മുടെ ഇച്ഛയുണ്ട്, നമ്മുടെ ഇച്ഛാശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് നാം രക്ഷയിലേക്ക് വരുന്നത്. എന്റെ സ്ഥാനത്ത് എനിക്ക് പകരമാണ് യേശു മരിച്ചതെന്നും ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നും അവൻ എന്റെ കർത്താവാണെന്നും അവൻ എന്റെ നാഥനാണെന്നും ഒക്കെയുള്ള ആഴമായിട്ടുള്ള ഒരു കൺവിക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്, യേശു നമ്മളെയും സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. യോഹന്നാന്റെ സുവിശേഷം നോക്കണം, എല്ലാരെയും ഒന്നും യേശു അങ്ങനെ അംഗീകരിക്കുന്നില്ല. യേശു നമ്മളെയും സ്വീകരിക്കണം. രണ്ടുപേരും സ്വീകരിക്കണ്ടേ? വിവാഹം ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മൾ യേശുവിനെ സ്വീകരിക്കണം, യേശു നമ്മളെയും സ്വീകരിക്കണം. ഞാൻ എന്റെ അടുക്കൽ ഈ അടുത്ത സമയത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കപ്പിൾ 5 മാസം കൊണ്ട് പിരിഞ്ഞുപോയി. അപ്പൊ അവരെ എന്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം ഞാൻ കേൾക്കാം, അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ആ ചോദ്യങ്ങൾക്കൊന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞു. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം കേട്ട് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടുപേരും പെന്തക്കോസ്തിൽ നിന്ന് വന്നതാണ്. അവർ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടൊരു രക്ഷയുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആള് പറഞ്ഞു, പിന്നെ സാറേ ഞാൻ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചില്ല, അത് നമുക്ക് പിന്നെ ചോദിക്കാം. പെന്തക്കോസ്തിലുള്ള ഒരു പൊതുധാരണ എന്താണ്? സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ടതാണ്, യേശുവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് ഞാൻ ചോദിച്ചില്ല. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ICPF ക്യാമ്പിൽ വെച്ച് സമർപ്പിച്ചതാണെന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചില്ല. ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. നിങ്ങൾ രക്ഷയുടെ നിർണയം, രക്ഷയുടെ അനുഭവത്തിലേക്ക് എപ്പോഴാണ് വന്നത്? രണ്ടുപേർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരാൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു, മറ്റേ ആള് സമർപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടേക്കാണ് നമ്മുടെ മിസ്റ്റേക്ക് കിടക്കുന്നത്. കാരണം പല പെന്തക്കോസ്റ്റൽ ബിലീഫിലുള്ള ആളുകൾക്കും ചോദിക്കാനുള്ളത് സ്നാനപ്പെട്ടോന്നാണ് ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ടോന്നധികം ചോദിക്കാറില്ല. അവര് കാണുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ ആള് മുഴുവൻ സ്നാനം എടുത്തിട്ടില്ല, ചെറുപ്പത്തിലെങ്ങാണ്ട് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ചില ആൾ ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, സ്നാനപ്പെടണ്ടേ? അതാണോ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്? അതാണോ രക്ഷ? അല്ല. രക്ഷിക്കപ്പെട്ടവർക്കാണ് പിന്നെ എന്ത്? സ്നാനം അടുത്തൊരു സ്റ്റെപ്പാണ്. അപ്പൊ അത് പോലും ആളുകൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട്, ഞാൻ എന്റെ ഉള്ളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായതുകൊണ്ട്, ഞാൻ എന്നെ ഒരു ക്യാമ്പിൽ വെച്ച് സമർപ്പിച്ചത് കൊണ്ട്, ഞാൻ കൈപൊക്കിയത് കൊണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടൊക്കെ രക്ഷ പ്രാപിച്ചെന്ന്. അങ്ങനെയൊന്നും രക്ഷ പ്രാപിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എനിക്ക് പാപബോധം വന്നിട്ട് ഞാൻ പാപത്തെ തള്ളിപ്പറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് രക്ഷയുടെ 1-ാം പടി പൂർത്തിയാകുന്നത്. അങ്ങനല്ലേ? എന്നാൽ അതുപോലും ദൈവകൃപയുടെ ഒരു ദാനമാണ്. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ആരും പ്രശംസിക്കാതിരിക്കുവാൻ ഒരു പ്രവൃത്തിയും കാരണമല്ല. ഞാൻ ക്യാമ്പിന് പോയതും കാരണമല്ല, എനിക്ക് വൈകാരികമായിട്ടുള്ള ഇളക്കം ഉണ്ടായതും കാരണമല്ല. ഇതൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഇച്ഛ അങ്ങനെ ആയതുപോലും ദൈവത്തിന്റെ ഒരു കൃപാദാനത്താലാണ്. എന്റെ ഇച്ഛ, ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് ഞാൻ വിധേയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനുപോലും ദൈവത്തിന്റെ ഒരു കൃപ വ്യാപരിക്കണം. റോമർ 9:16 എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. It does not depend on the man who wills or the man who runs, but on God who has mercy. കരുണ ചെയ്യുന്ന ദൈവത്താലാണ്. അതുകൊണ്ടാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്മൾ ഇച്ഛയൊക്കെ ഉപയോഗിച്ച് ദൈവം പറഞ്ഞ വ്യവസ്ഥകൾ അനുസരിച്ച് കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇറ്റ് ബ്രിങ്സ് ജോയ്. വിവാഹം അല്ലെങ്കിൽ സാൽവേഷൻ, രക്ഷ എപ്പോഴും നമുക്ക് എന്ത് കൊണ്ടുവരും?
സന്തോഷം കൊണ്ടുവരും. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ സ്വർഗത്തിൽ അവരെ ചൊല്ലി സന്തോഷം. രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ രക്ഷയുടെ കൂടെ എപ്പോഴും എന്തുണ്ട്? സന്തോഷമുണ്ട്. മണവാളൻ വന്നാൽ സന്തോഷമുണ്ട്, മണവാട്ടിക്ക് സന്തോഷമുണ്ട്, തോഴ്മക്കാർക്ക് സന്തോഷമുണ്ട്, അന്തരീക്ഷത്തിൽ മുഴുവൻ എന്തുണ്ടാവും? സന്തോഷമുണ്ടാവും. അപ്പൊ രക്ഷ നമുക്ക് സന്തോഷം കൊണ്ടുവരുന്നു. മുടിനായ പുത്രന്റെ ഒക്കെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ, മടങ്ങി വന്നപ്പോൾ അപ്പം പറഞ്ഞത് എന്താ? ഇവൻ മരിച്ചവനായിരുന്നു, ഇവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ തിരികെ വന്നു, അതുകൊണ്ട് നാം സന്തോഷിക്കേണ്ടതാകുന്നു, ആനന്ദിക്കേണ്ടത് ആവശ്യമാണ്. ചേട്ടന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചേട്ടൻ വന്ന് ചോദ്യം ചെയ്യും, എന്തിനാ ഇത്ര വലിയ സന്തോഷം? നേരത്തെ പറഞ്ഞൊരു ഉപവാസം പോരായിരുന്നോ എന്നായിരിക്കും ചേട്ടൻ ചോദിക്കുന്നത്. അപ്പൊ അപ്പം പറഞ്ഞു, അല്ലല്ല, ഇവൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു മടങ്ങി വന്നു, അതുകൊണ്ട് നാം സന്തോഷിക്കേണ്ടതാണ്. അപ്പൊ ആ ഉപമകളെല്ലാം കാണാതെ പോയ ഒരാള് അതിനെ കണ്ടു കിട്ടിയപ്പോൾ സന്തോഷം. ഒരു നാണയം നഷ്ടപ്പെട്ടു പോയി, സ്ത്രീക്ക് അത് തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട്, അത് എന്റെ കാണാതെ പോയ ആടിനെ കിട്ടി, എന്റെ കാണാതെ പോയ നാണയം കിട്ടി. അതുപോലെ തന്നെ ഈ മകൻ മടങ്ങി വന്നു. അപ്പൊ എല്ലാവരും അറിയാനായിട്ടാണ് ഒരു സദ്യ, അല്ലെങ്കിൽ മത്തായി ചെയ്തത്. മത്തായി മടങ്ങി വന്നു, രക്ഷയിലേക്ക് പോയി, ഈ മണവാളിനെ കണ്ടെത്തി. അപ്പൊ അതിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അവിടെ ഒരു സദ്യ, ഒരു വിരുന്ന് ഒരുക്കിയത്. യഥാർത്ഥത്തിലുള്ള മാരേജ് അല്ലെങ്കിൽ രക്ഷ ഒരാൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്. വിവാഹം സ്നേഹത്തിൽ ആരംഭിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്നു. രക്ഷ അങ്ങനെ തന്നെയാണ്. രക്ഷ എന്ന് പറയുന്നത് സ്നേഹത്തിൽ ആരംഭിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിലാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. പക്ഷെ അത് പതുക്കെ സന്തോഷത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഒരിക്കലും ഒരു വിവാഹത്തിന് വരുന്ന അതിഥികൾ വളരെ മിസറബിൾ ആയിട്ട്, സങ്കടത്തോടുകൂടെ, നിരാശരായിട്ട്, ഭക്ഷണമൊന്നും കഴിക്കാതെ മടങ്ങി പോകുന്നത് നമ്മൾ കാണാറില്ല. ഇതുപോലെ നമ്മളും when we are married to Christ, നമ്മൾ ക്രിസ്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് തുല്യമാണ് രക്ഷ എന്ന് പറയുന്നത്. അവൻ മണവാളിലും നമ്മൾ മണവാട്ടി സഭയിലെ അംഗങ്ങളും അല്ലെങ്കിൽ മണവാട്ടിയും ആയിട്ട് മാറുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, അല്ല ഇനി അതൊന്നും വേണ്ട, 31 സങ്കീർത്തനം വായിച്ചാൽ മതി, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ പാപം ചെയ്തപ്പോ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. അപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോ എന്തുണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തിരികെ നൽകണമേ. രക്ഷിക്കപ്പെട്ട ഏതൊരാളോട് നിങ്ങൾ സംസാരിച്ച് നോക്ക്, അവരുടെ മുഖത്ത് നോക്ക്, അപ്പൊ തന്നെ അവർക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അവർക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം? ഒന്നാമത്, ദ ജോയ് ഓഫ് സിൻസ് ഫോർഗിവൺ, പാപം ക്ഷമിച്ച് കിട്ടിയതിന്റെ സന്തോഷം. നമ്മളിതുവരെ പാപികളായിരുന്നു, പക്ഷെ പാപത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവുമെന്ന് അറിയാൻ മേലാതെ നടന്നപ്പോൾ നമുക്ക് പാപപരിഹാരം കിട്ടിയതിന്റെ സന്തോഷം. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു, അതിനുള്ള സന്തോഷം. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. അപ്പൊ നമ്മൾ അപേക്ഷിക്കുകയും ലഭിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. അപ്പൊ പാപം ക്ഷമിച്ചു കിട്ടിയതിൽ സന്തോഷം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിൽ സന്തോഷം, കൂട്ടായ്മ ദൈവത്തോടും മനുഷ്യരോടും സ്ഥാപിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, ജോയ് ഓഫ് ഫെലോഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ കർത്താവിനെ ആരാധിക്കുവാനും അവനെ സേവിക്കുവാനും അവന്റെ കൂടെ ജീവിക്കുവാനും കഴിയുന്നതിലുള്ള സന്തോഷം. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ഇനി ഫലം കായ്ക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള സന്തോഷം. ദൈവത്തിന് ഫലം കായ്ക്കുമാറ്, അങ്ങനെയല്ലേ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത്, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് വേറൊരുവന് ആകേണ്ടതിന്. ഇതുവരെ ഫലം കായ്ക്കുന്നില്ലായിരുന്നു, ഇനി ഫലദായകമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമല്ലോ എന്നുള്ള സന്തോഷം. പല പല സന്തോഷങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഒരു മണവാട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. മണവാട്ടി മണവാളന്റെ കൂടെ ചേർന്ന് വിവാഹത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു ഉദരഫലം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഉദരഫലം, അവിടെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ, വിശേഷം വല്ലതും ഉണ്ടോ, ഇങ്ങനെ ചോദിക്കാറില്ല വിവാഹം കഴിഞ്ഞവരോട്. നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്, തലമുറകൾ അല്ലെങ്കിൽ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളവും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുമാറ്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മറ്റൊരുത്തന് ആകേണ്ടതിന്. ഒരു മണവാളൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സന്തോഷം തരാനായിട്ടാണ്. അങ്ങനെ സന്തോഷം നമുക്ക് ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ദുഃഖിക്കാനും ഉപവസിക്കാനും ഉള്ളൊരു ടെൻഡൻസി അല്ല വരുന്നത്. അത് പരീശന്മാരെയും യോഹന്നാന്റെ ശിഷ്യന്മാരെയും യേശു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് നമ്മളും ആ കാര്യം മനസ്സിലാക്കണം. രക്ഷ നമുക്ക് ലഭിക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് സന്തോഷത്തിന്റെ ഒരു നിറമാണ് ലഭിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ കർത്താവിനോട് പറയേണ്ടി വരും, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ പൗലോസ് ആവർത്തിച്ച് പറഞ്ഞത്, സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ആ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതി അറിയിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എപ്പോഴും ആ സന്തോഷത്തിന്റെ നിറവ് ഉണ്ടായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുകയും യാതൊരു തരത്തിലുള്ള സന്തോഷവും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഐദർ ദേ ആർ നോട്ട് സേവ്ഡ്, അവര് യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിൽ എത്തിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും രക്ഷയുടെ അനുഭവത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? നിറഞ്ഞു കവിയുന്ന സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ അവര് ഒന്നുകിൽ രക്ഷിക്കപ്പെട്ട് കാണുകയില്ല, അല്ലെങ്കിൽ ദേ ആർ ഔട്ട് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്, അതായത് കൃപയിൽ നിന്ന് വീണുപോയി ഇപ്പോൾ കർത്താവുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുകയല്ല അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വരാം. എപ്പോഴാ കല്യാണം കഴിഞ്ഞ ആളുകൾ കൗൺസിലിങ്ങിന് വരുന്നത്? ബന്ധം മോശമാകുമ്പോഴാണ്, അല്ലെ? സന്തോഷം പോയി, ബന്ധം അത്ര നല്ലതല്ല, ഇപ്പൊ ഒരുമിച്ചല്ല താമസിക്കുന്നത്, പിരിഞ്ഞാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതിന് മുമ്പേ ഒന്ന് കണ്ടു കളയാം. അപ്പൊ ആ തീർച്ചയായിട്ടും സന്തോഷം ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ദ മാരേജ് ഈസ് നോട്ട് ഗോയിങ് വെൽ. വിവാഹ ജീവിതം ഭംഗിയായിട്ടല്ല പോകുന്നത്. അപ്പൊ ഒന്നിൽ രക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെങ്കിൽ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് സന്തോഷമില്ലാതെ ഇരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു വിവാഹ ജീവിതത്തിന് തുല്യമാണ്, അല്ലാതെ ഒരു ശവസംസ്കാര ശുശ്രൂഷയല്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇതെന്താ ശവസംസ്കാര ശുശ്രൂഷയാണോ? നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷം കാണുന്നില്ലല്ലോ എന്നൊക്കെ ചില പാസ്റ്റർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ശരിയാണ്. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. ഇങ്ങനെ ഒരു മണവാളനെ നമുക്ക് കിട്ടിയത് കൊണ്ട് നാം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഇരിക്കുന്നത് പോലെ മുഖം വാടിയവരായിട്ട് ദുഃഖത്തിന്റെ ഭാവത്തിലല്ല ഇരിക്കേണ്ടത്, സന്തോഷത്തിൽ തന്നെ. കാരണം നമ്മുടെ പാപങ്ങൾ പോയി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി, കർത്താവിനെ ആരാധിക്കാനും സേവിക്കാനും അവസരം കിട്ടി, നമുക്ക് ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നു. ഇതുകൊണ്ടെല്ലാം നാം തീർച്ചയായിട്ടും സന്തോഷിക്കുക തന്നെ ചെയ്യണം. നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം, മണവാളനെ പക്ഷെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും. പത്രോസും പറഞ്ഞല്ലോ, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അപ്പൊ മണവാളൻ ഇപ്പൊ കൂടെ ഇല്ല. കല്യാണം കഴിഞ്ഞ ചില ആളുകളുടെയൊക്കെ ഭർത്താക്കന്മാര് വിദേശത്താണ്. അപ്പൊ അവരെല്ലാം ദുഃഖിതരാണോ? അല്ല, അവര് ദുഃഖിതരല്ല. ഒരു സൈഡിൽ അല്പം ദുഃഖമൊക്കെ. മണവാളൻ എപ്പോഴും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഫാസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കല്യാണം കഴിച്ച് രണ്ടുപേരും ഉണ്ട്. അപ്പം ഭർത്താവ് എങ്ങോട്ടെങ്കിലും പോയി അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരികയല്ല. മിക്കവാറും ഭാര്യ, ഭർത്താവില്ല, ഇന്നിപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വരട്ടെ, അങ്ങനെ ചിന്തിക്കാറില്ലേ? അപ്പൊ അവിടെ ഉപവാസമുണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. മണവാളനുണ്ടെങ്കിൽ എന്തുണ്ടാക്കും, എന്ത് കൊടുക്കും, രാവിലെ തന്നെ ചോദിക്കും ഇന്ന് എന്താ വേണ്ടത്, ഞാൻ എന്ത് കറി വെക്കണം എന്നൊക്കെ ചോദിക്കുകയല്ലേ. മണവാളൻ പിരിഞ്ഞാൽ ആ ചിന്തയില്ല, ഇന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ മണവാളൻ കൂടെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ മനസ്സിലാക്കാം, നമ്മൾ ഫാസ്റ്റ് ചെയ്തെന്നിരിക്കും, ചില പരിശോധനകളിൽ കൂടി നമ്മൾ ചിലപ്പോൾ കടന്നുപോയി എന്ന് വരും. അങ്ങനെ ഉള്ളപ്പോഴും ഈ ഫാസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് നോക്കിക്കൊണ്ടായിരിക്കുന്നത്? എപ്പോ മണവാളൻ വരും, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എപ്പോ വരും എന്നുള്ളത് നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അത് അയാൾ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? ഒരിക്കലും അല്ല. ഒരു യഥാർത്ഥ മണവാട്ടി അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ഒരിക്കലും ചിന്തിക്കത്തില്ല. ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ജീസസ് വെൻ ഹി റിട്ടേൺസ്. എപ്പോഴാണ് മണവാളൻ മടങ്ങി വരുന്നതെന്ന് നോക്കി ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മള് കഴിക്കാനൊക്കെ മറന്നു പോവുകയും പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോവുകയൊക്കെ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് മണവാളൻ അവരെ വിട്ടുപിരിയുന്ന സന്ദർഭമുണ്ട്, അന്നവർ ഉപവസിക്കും. മണവാളൻ കൂടെ ഇരിക്കുമ്പോൾ ഉപവസിക്കേണ്ട കാര്യമില്ല, കാരണം സന്തോഷിക്കേണ്ട സന്ദർഭമാണ്. ഇപ്പൊ നമ്മുടെ കൂടെ മണവാളനുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കർത്താവ് നമ്മളെ ചേർക്കാൻ വന്നിട്ടില്ലെങ്കിലും ഞാൻ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പം എവിടെയുണ്ട് കർത്താവ്? എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഉപവാസത്തിനല്ല ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഉപവസിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ഉപവാസത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. പുറത്തൊക്കെ നമ്മൾ ആളുകളോട് ഇടപെടുന്ന സമയത്ത് ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് ആളുകള് യാതൊരു സന്തോഷവും ഇല്ലാത്തവരായിട്ട് ജീവിക്കുന്നത് കാണുന്നു. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അപ്പൊ അങ്ങനൊന്നും പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടാക്കി. ലോകം ഉണ്ടാക്കിയാണോ നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മളുണ്ടാക്കിയതാ. നമ്മള് സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളൊരു ഭാവത്തില് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. 1 തിമോത്തി 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് സകലവും
ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. അല്ലെ, ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. അപ്പൊ നമുക്ക് ദൈവം ഇതെല്ലാം അനുഭവിക്കാനായിട്ട് ധാരാളമായിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും ഒരു തെറ്റുമില്ല. നമ്മൾ അന്തർമുഖന്മാരായി ഭക്ഷണം കഴിക്കാതെ ഒരു സന്തോഷവും ഇല്ലാത്തവരായിട്ട് വിരസന്മാരായിട്ട് നടക്കാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലിജിയൻ ക്യാൻ മേക്ക് എ പേഴ്സൺ മിസറബിൾ. മതഭക്തന്മാരായിട്ട് മാറുകയാണെങ്കിൽ, യേശുമായിട്ടൊരു ബന്ധമുണ്ട്, രക്ഷിക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു മതമായിട്ട് അധപ്പതിക്കുകയാണെങ്കിൽ അവൻ വളരെ മിസറബിൾ ആവും. ഒരു സന്തോഷവും ഒരു ചൈതന്യവും ഒരു ജീവനും ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളായിട്ട് നമുക്ക് അധപ്പതിച്ചു പോകാം. എന്നാൽ സാൽവേഷൻ ബ്രിങ്സ് ജോയ്. രക്ഷയുടെ അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും. ഇതൊന്നും മതവും സഭയൊന്നും അല്ല, ഇത് ഞാനും കർത്താവും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. മത്തായിയുടെ വീട്ടില് രണ്ടും കാണുന്നുണ്ട്. അതായത് ഒരു മതമുണ്ട്, മതം ആചരിക്കുന്ന ആളുകളാണ് ആര്? പരീശന്മാര്. അവരുടെ മുഖം എങ്ങനെയായിരിക്കും ഇരുന്നത്? ഈ കല്യാണസദ്യയില് കർത്താവായ യേശുക്രിസ്തു പാവികളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയൊക്കെ തിന്നുകയും കുടിക്കുകയും സംഭാഷിക്കുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അല്ലെ, അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിമർശന ബുദ്ധിയാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇത് കാണിക്കുന്നത്? ഇവനാണോ ദൈവത്തിന്റെ പുത്രൻ? ഇവനാണോ മണവാളൻ? അപ്പൊ അവർക്ക് സന്തോഷമുണ്ടോ? ദേ ആർ വെരി മിസറബിൾ. അതൊരു മതമായി കഴിഞ്ഞു, ഒരു ആചാരമായി കഴിഞ്ഞു. അത് ജീവിതത്തെ ദുസ്സഹമാക്കും, ഭയങ്കര ദുഃഖിതമാക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവായിട്ട് ഒരു ബന്ധത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ബോധേതല്ല. ഞാൻ കൂടുതൽ കൺസേൺഡ് ആയിട്ടിരിക്കുന്നത് ഈ ആചാരങ്ങളെ കുറിച്ചല്ല, യേശുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് യേശു വന്നത് നമ്മളെ ദുഃഖത്തിലാക്കാനല്ല, ജീവിതത്തിന്റെ എല്ലാ വിരസതകളും നമുക്ക് തരാൻ വേണ്ടിയല്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനാണ്. ഈ സന്തോഷം ഉണ്ടാകുന്നത്, യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാ? പാപം പോയതിലും, എനിക്ക് ദൈവത്തോടൊരു ബന്ധം ഉണ്ടായതിലും, ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നതിലും, എനിക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നതിലും, എനിക്കൊരു നിത്യതയുള്ളതിലും, എന്നെ ചേർക്കാൻ എന്റെ കർത്താവ് ഇനിയും വരുന്നതിലും, അവൻ എന്നെ കരുതുന്നതിലും, ഇതെല്ലാം എനിക്ക് എപ്പോഴാണ് കിട്ടിയത്? ഞാൻ രക്ഷയിലേക്ക് വന്നപ്പോഴാണ്. അപ്പൊ ഇതാണ് കർത്താവ് മണവാളനാണ് എന്ന് പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകം പരിശോധിച്ചു. ഒന്ന്, യേശു പറഞ്ഞു ഞാൻ ദീനക്കാർക്ക് വേണ്ടി വന്ന ഒരു വൈദ്യനാണ്, സൗഖ്യമുള്ളവരെ തേടി വന്നതല്ല. 5:31 ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. രണ്ടാമത്തെ കർത്താവ് പറഞ്ഞത് 34 വാക്യത്തിലാണ്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. നമ്മൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമതൊരെണ്ണം നമുക്ക് പരിശോധിക്കാനുള്ളത്, കോടിത്തുണിക്കണ്ടം പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല, ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരാറുമില്ല. അപ്പൊ അവിടെ ഒരു പുതിയ സൃഷ്ടിയാകുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കർത്താവ് എത്ര ഭംഗിയായിട്ട് നമ്മളെ ചേർക്കാൻ വന്നു, നമ്മുടെ രോഗങ്ങളെ, പാപരോഗങ്ങളെ സൗഖ്യമാക്കി രക്ഷയിലേക്ക് കൊണ്ടുവന്നു. രക്ഷയാണ് ഇവിടുത്തെ വിഷയം. അതുപോലെ തന്നെ ദുഃഖിതരായിരുന്ന നമുക്ക് സന്തോഷം പകരുവാനായിട്ട് മണവാളനായിട്ട് കർത്താവ് വന്നു, നമ്മളെ ഈ രക്ഷയുടെ സന്തോഷത്തിൽ ആക്കി. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന വചനത്തിനും കൂട്ടായ്മയ്ക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ കർത്താവെ ചേർക്കുവാനായിട്ട് വന്ന മണവാളനാണെന്ന് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവ്, ഞങ്ങളുടെ രോഗത്തിന് ശമനം വരുത്തുവാൻ തക്കവണ്ണം ഈ നല്ല വൈദ്യനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ സമൂലമായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുതുക്കത്തിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നവനായിട്ടും അവിടുന്ന് ഇരിക്കുന്നുവല്ലോ. വചനത്തിന്റെ ഈ മർമ്മങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ സന്തോഷിക്കുന്നവരായിട്ടിരിക്കാൻ തക്കവണ്ണം സകലവും ഞങ്ങൾക്ക് ധാരാളമായിട്ട് അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.